ഗൈസ് വെൽക്കം ബാക്ക് ടു പുതിയൊരു ദിവസം. ഉറക്കത്തിൽ നിന്ന് എണീച്ച് നേരെ പള്ളിയിലൊക്കെ പോയി. പിന്നെ ഫുഡൊക്കെ മേടിക്കാണ്ടായിരുന്നു. ഫുഡ് മേടിക്കാൻ പോകുമ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ സ്ട്രോബെറി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളായി സ്ട്രോബെറി കഴിച്ചത്. ഇപ്പോൾ സ്ട്രോബെറിൻ്റെ സീസൺ അവിടെ. അപ്പോൾ സ്ട്രോബെറി കഴിച്ചപ്പോഴാണ് ഒരു ഓർമ്മയായിരുന്നത്. പണ്ട് സ്കൂൾ 4ൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ടൈം ഞാൻ സ്ട്രോബെറി കഴിക്കുന്നത്. അന്ന് വീട്ടിലാരെ കൊടുക്കുന്നുണ്ടായിരുന്നു. അന്ന് വീട്ടിലാരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു വീട്ടിലൊക്കെ കഴിക്കുന്നത്. അങ്ങനെ ഞാൻ നേരെ സ്കൂളിലേക്ക് കൊടുന്നു. സ്കൂളിൽ അങ്ങനെ പിള്ളേരൊക്കെ വന്ന് സ്ട്രോബെറി ഫാൻസായി. പിന്നെ വാരലും കുരലൊക്കെ ആയി. അന്നാണ് ഞാൻ സ്ട്രോബെറി ഒന്നും ആദ്യമായി കഴിച്ചത്. പിന്നീട് എപ്പോഴൊക്കെ 2-3 തവണ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഒന്നും അധികം ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഞാൻ ആസ്വദിച്ച് ഞാൻ കഴിക്കുന്നത് ഇവിടെ വന്നപ്പോൾ. കപ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. കപ്സൊക്കെ തിന്നിട്ടാണ് ഇനി ഹെയർ കട്ട് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോൾ അവിടുന്ന് കാണാം. ഷോപ്പിലെത്തിക്കുമ്പോൾ കറക്റ്റ് ടൈമിലെത്തി. നമ്മള് ഗംഗന്റെ സീനായിരുന്നു ഗൈസ്. ഈ സീന് ഓർത്തപ്പാണ് ജാൻമണി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്നും കണ്ടല്ലോ. അത് ഇതിലും കോമഡിയാണ് ഗൈസ്. പോവരുത്, എവിടൊക്കെ ഷാമിലാദിന്റെ ടച്ച് ഗൈസ്. പിന്നെ ഇയാള് കുത്തമ്പിനാറൊക്കെ പണിയുന്നുണ്ട്. പക്ഷെ അതിനുള്ള മുടിയൊന്നും എൻ്റെ കയ്യിലില്ല ഗൈസ്. എന്തായാലും ചിത്രം വരച്ച കുട്ടിട്ട് ഇയാള് ഗൈസ്. കഞ്ഞികളെ കൂടെ കഞ്ഞി ഒടിക്കാൻ പോയിണ്ടായിരുന്നു. പക്ഷെ അതിലൊരു കഞ്ഞി ഞാനാണ് കേട്ടാ. കഞ്ഞി നോക്കുമ്പോ കഞ്ഞിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് ലാസ്റ്റ് പുട്ടടിച്ച്. ലാസ്റ്റ് മുടി വെട്ടിയതൊക്കെ കൊള്ളാം. പുട്ടൊക്കെ വന്ന് പിന്നെ നല്ല മത്തി പൊരിച്ചതുണ്ടായി, നല്ല പുട്ടുണ്ടായി, മീൻ കറിയും. ഓ അന്തസ്. അങ്ങനെ അതൊക്കെ കൂട്ടി അടിച്ച്. അപ്പൊ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പൊ എല്ലാരും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് നമ്മള് നിഷാർ ബോക്സ് ആണ്. അപ്പൊ ഓക്കെ ബൈ.